ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ ഇതാ അമ്മായി അടുക്കളയിൽ ഇതാ ചോറൊക്കെ അടുപ്പത്തിട്ടിരിക്കുന്നു. പാവം നീ കറി എന്തൊക്കെയാണ് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കുള്ളത് നമ്മളെ തേടി വരുന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ, അതുപോലെ നമുക്കുള്ള ജോലികൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് അലക്കാൻ. അങ്ങനെ ആ തിരക്കൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴേക്കും വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ കാവിൽ ഉത്സവമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകും, ഉച്ച കഴിഞ്ഞിട്ടും. അപ്പം അങ്ങനെ എൻ്റെയും മോടെയും ഒക്കെ ഡ്രസ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 1.5 ദിവസം ഒക്കെ കൂടുമ്പോഴാണ് വെള്ളം വരാറ്. അപ്പോൾ അലക്കാൻ ചിലപ്പോൾ വെള്ളം ഉള്ളതിനനുസരിച്ചൊക്കെ കുറേശ്ശെ അലക്കിയിടും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് പോണത് കേട്ടോ. അപ്പോൾ കൊടുംവേനലാവുന്നേ ഉള്ളൂ, അപ്പോഴേ വെള്ളക്ഷാമം തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ അലക്കണോടത്തൊന്നും ഒരു കാക്കയ്ക്ക് ഇരിക്കാൻ തണലില്ല എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ പഴമക്കാർ, അതുപോലെ ഒരു ശകലം തണലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അലക്കാൻ തുടങ്ങി. ഇനി അലക്കൽ കഴിഞ്ഞ് വന്നിട്ട് വേണം ഈ ബാക്കിയുള്ള പരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ രാവിലെ അടിച്ചു വാരലും അങ്ങനെയുള്ള പണികളൊക്കെ ഒരുങ്ങി, ബാത്റൂം കഴുകൽ അങ്ങനെയുള്ള പണികളൊക്കെ ഒരുങ്ങിയിട്ടോ. അപ്പോൾ ധോനി ബേബിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. അവൾ ഉറക്കിയതിന് ശേഷമാണ് വന്നത്. അല്ലെങ്കിൽ അവൾ ഈ വെയിലത്ത് ഇവിടെ വന്ന് നമ്മുടെ ഈ സ്റ്റാൻഡില്ലേ, ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ അവിടെ വന്നിട്ട് അവൾ അങ്ങോട്ട് വരും, നമ്മൾ അലക്കണോടത്തേക്ക് വന്ന് അവിടെ വെള്ളത്തിൽ കളിക്കാൻ നിൽക്കും കേട്ടോ. അപ്പോൾ അതിനൊക്കെ കയറി വരും ആൾ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾ ഉറങ്ങാതെ ഒരു പണി എടുക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം എല്ലായിടത്തും കൂടെ എത്തുന്നതുകൊണ്ട് നമുക്ക് അകത്തിരിക്കാൻ ആണെങ്കിൽ പോലും നമുക്ക് അവളെ വാതിൽ അടച്ചിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ അവൾ തനിയെ ഇറങ്ങിപ്പോകും. ഇറങ്ങിയിട്ട് വെയിലാണോ അങ്ങനെ മഴയാണോ എന്നൊന്നും അവൾ നോക്കില്ല കേട്ടോ. ഇമാതിരി വെയിലത്ത് അവൾ ഇറങ്ങി നടക്കും. അവൾ തല വേർത്ത് ജലദോഷം വരാനും പനി വരാനൊക്കെ പെട്ടെന്ന് നല്ല എളുപ്പമാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ചങ്കത്തികളും ചങ്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ തുടങ്ങണേ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് അടിച്ചാലാണ് നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ, എന്നാലാണ് മറ്റുള്ളവരിലേക്കും കൂടി എത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞു വന്നു. ഇതാ അപ്പുറത്തെ വീട്ടിലാട്ടോ അലക്കിയിട്ട് തോരയിടണം. അതൊക്കെ ഏട്ടൻ്റെ 3 ജോഡി ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണിക്ക് പോയ ഡ്രസ്സ് വേറെ, വൈകിട്ട് വരുമ്പോൾ ഊരിയിട്ട ഡ്രസ്സ് വേറെ, ചിലപ്പോൾ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ രാവിലെ പുലർച്ചയൊക്കെ ഇട്ടിട്ട് പോവാം. അപ്പോൾ അങ്ങനത്തെ ആ ഡ്രസ്സുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ചധികം ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അലക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ തോരയിടുകയാണ്. ഇനി കുറച്ചൊക്കെ ഞാൻ പുറത്താഴെ കൂടെ ബനിയൻ്റെ തുണികളൊക്കെ ഉണ്ട്, ഈ കാക്കി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കോട്ടൺ മുണ്ടുകളൊക്കെ ഇവിടെ തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ ബനിയൻ തുണികളാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പുറത്ത് വെയിലത്ത് തന്നെ ഇട്ടു. പിന്നെ വെയിലത്തിടുമ്പോൾ കോട്ടൺ തുണികളാകുമ്പോൾ പെട്ടെന്ന് നരച്ചും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ അകത്ത് കൊണ്ടുവന്നിട്ടാലും വൈകിട്ടേക്ക് നല്ല ഉണങ്ങി കിട്ടും കേട്ടോ. വൈകുന്നേരത്തിന് തന്നെ ഉണങ്ങി നമുക്ക് മടക്കി കൊണ്ടുവയ്ക്കാം. അപ്പോൾ അങ്ങനെ ധോനി ബേബി നല്ല ഉറക്കമാണ് കേട്ടോ. എന്നിട്ട് തന്നെ ഇപ്പോൾ 2 പ്രാവശ്യം എണീറ്റു അവള്. വേറൊന്നുമല്ല, നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വണ്ടിയുടെ ശബ്ദമോ അല്ലെങ്കിൽ കിളികൾ ചിലയ്ക്കുന്ന ശബ്ദമൊക്കെ കേട്ടാൽ അവൾ എണീക്കും. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും പാത്രങ്ങളോ വല്ല സ്പൂണോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൾ പെട്ടെന്ന് എണീക്കും. അപ്പോൾ ചെറിയ ശബ്ദം പോലും അവൾക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പോയി ഞാൻ തോരയിടലൊക്കെ കഴിഞ്ഞതാ ഇറങ്ങി വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ കിളികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. വയറ്റുകൾക്കൊക്കെ രാവിലെ തിന്നാനും വെള്ളമൊക്കെ കൊടുത്തിട്ട് ചെറിയമായി പോവാറ് കേട്ടോ. തുണികളൊക്കെ ഞാൻ കണ്ടോ പുറത്തന്നെ കുറച്ചൊക്കെ അലക്കിയിട്ട് കേട്ടോ. ധോനി ബേബി നല്ല ഉറക്കാൻ ഞാൻ വന്നപ്പോൾ. അപ്പോഴത്തേനും അമ്മായി ഇതാ ബീൻസ് ഉപ്പേരിയും പിന്നെ കാരണവർക്കുള്ള സാമ്പാർ, പിന്നെ ചെറിയ അമ്മായിക്കുള്ള പിന്നെ ഈ നമ്മുടെ സാധാ വെള്ളപ്പയർ കണ്ടോ, വെള്ളപ്പയറും കായയും കൂടി വെച്ചത്, ഇങ്ങനെ നമ്മൾ അധികം ചാറൊന്നും ഇല്ലാതെ ഇങ്ങനെ കുറുക്കി വെച്ചത് കേട്ടോ. ചെറിയ അമ്മായിക്ക് വലിയ കഷ്ണങ്ങളൊക്കെ വേണം, കറിയത്തെ കഷ്ണങ്ങളൊക്കെയാണ് ഇഷ്ടം. ഇങ്ങനെ വലിയ ചാറ് തേങ്ങ അരച്ച് വെക്കണത് അങ്ങനെയൊന്നും മൂപ്പത്തിയാർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും ഉള്ളതൊക്കെ വെച്ചെങ്കിൽ നമുക്ക് എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ വിശപ്പിന് എല്ലാത്തുനിന്നും ഓരോ ശകലമൊക്കെ എടുത്ത് അങ്ങനെ ഞാനൊരു പിടി ചോറുണ്ണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ദാഹവും ആ വെയിലത്തൊക്കെ നിന്നിട്ട് നല്ല വിശപ്പും. രാവിലെ നമ്മൾ വേറെ ഒന്നും കഴിക്കുന്നൊന്നുമില്ലല്ലോ. ചായ പരിപാടി ഉണ്ടെങ്കിലും കടിയുടെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. രാവിലെ എത്തില്ല ധോനി ബേബീനെയും കൊണ്ട്. പിന്നെ എല്ലാവർക്കും ഒന്നും പോകുമ്പോഴത്തേനൊന്നും എത്തൽ നടക്കില്ല. അപ്പോൾ അടുക്കളയിൽ നമുക്ക് ഭയങ്കര ബിസി ആയിരിക്കും, എല്ലാവർക്കും ചോറ് കൊണ്ടുപോകണേൻ്റെയും ഒക്കെ ആയിട്ട്.
അപ്പോൾ നമുക്ക് ചായപ്പരിപാടി കടിപ്പരിപാടിക്കുള്ള ടൈം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല വെയിലും അല്ലേ. പിന്നെ ധോനി ബേബി എണീറ്റു. പിന്നെ അവൾക്ക് ഫീഡൊക്കെ ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. നല്ല വെയിലല്ലേ ഉച്ചയ്ക്ക്. പിന്നെ അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തൊരു 3:30-4 മണിയൊക്കെ ആ ടൈമിൽ പിന്നെ ചായയൊക്കെ വെച്ചു. അപ്പോൾ വലിയമ്മായിക്കും അമ്മയ്ക്കും ഒക്കെയുള്ള ചായ വെച്ച് ഓരോരോ പാത്രങ്ങളിലാക്കി ഓരോരോ സ്ഥലത്ത് അവർ ആദ്യം വെച്ചായിരുന്നു. ഒരാൾക്ക് ഒരിടത്താണെങ്കിൽ ഒരാൾക്ക് വേറെ സ്ഥലത്ത് ഓരോരോ സ്ഥാനങ്ങളുണ്ട് കേട്ടോ. അവിടെ കൊണ്ട് വെച്ച് അങ്ങനെയൊക്കെ അതൊക്കെ വേർതിരിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ധോനി ബേബിക്ക് കുറച്ച് പാലും വെള്ളം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് രാവിലെ മേടിക്കുന്ന പാല് ഞാൻ കുറച്ചെടുത്ത് വെക്കാം. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം കോറ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കോറയ്ക്ക് എടുത്ത് വെക്കണേ ആ പാലിൽ നിന്ന് ഒരു തുള്ളി എടുത്തിട്ട് അവൾക്ക് കുറച്ച് പാലും വെള്ളമൊക്കെ കുടിക്കൊന്നുമില്ല. എന്നാലും നമ്മൾ നിർബന്ധിച്ച് ഒരു ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടേ അപ്പോൾ എന്തെങ്കിലും വയറ്റിൽ നമ്മൾ ഈ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ചായയും കൊടുക്കും കേട്ടോ. അങ്ങനെ ദിവസം അങ്ങനെ പാലും വെള്ളം ഉണ്ടാക്കി കൊടുക്കണ ശീലമൊന്നുമില്ല. എന്താണെന്ന് വെച്ചെങ്കിൽ അപ്പം ഉണ്ടാക്കി കൊടുക്കും. പാലുണ്ടെങ്കിൽ പാലും വെള്ളം ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുമ്പോൾ ഒരു തുള്ളി ചായ അവൾക്ക് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും അവൾക്ക് ഉണ്ടാക്കില്ല. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ എനിക്കും കുറച്ച് ചായ വെച്ചിട്ട് ഞാനും ഒക്കെ കുടിക്കുകയാണ്. ധോനി ബേബിക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ വൈകുന്നേരം സന്ധ്യയിലെ വിളക്കുളത്താനൊക്കെ ആയി. ഇനി അമ്മായി കുളിക്കലും തിരുമ്പലും അങ്ങനെയൊക്കെ ആയിട്ട് അമ്മായി കുറച്ച് ബിസിയാണ്. അപ്പോൾ ഞാൻ ഉള്ളടിച്ച് വാരിയാണ്. പുറമേ ഉള്ള പണികളൊക്കെ പുറത്തെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉള്ളടിച്ച് വാരിയാണ്. ഉള്ളടിച്ച് വാരിയിട്ട് വേണം ഇനി തുണികളൊക്കെ മടക്കി കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവൾ ഈ വൈകുന്നേരമായ സമയത്ത് അവൾക്കൊരു ഉറക്കം വരവാ, ക്ഷീണമാണ്. ഈ വെയിലിൻ്റെ നമ്മൾ ക്ഷീണമൊക്കെ കാരണേ. അപ്പോൾ അവളെ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഒന്നിന് മേല് കുളിപ്പിച്ചിട്ട് അവൾ ഒരു 2 മണി ഒരു 1-1:30 മണിയൊക്കെ ആകുമ്പോഴത്തേനും എണീക്കും കേട്ടോ. രാവിലെ ഒരു 10:30-ക്കൊക്കെ ഉറങ്ങിയ ആളാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി അവളെ ഒന്ന് ഉറക്കണം. ക്ഷീണം പിടിച്ചാൽ പിന്നെ അവൾ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് ഉറങ്ങി ഒന്ന് എണീറ്റാൽ പിന്നെ ഒരു ഉഷാറുണ്ടാവും കേട്ടോ. പിന്നെ അപ്പോഴത്തേന് കഴിക്കാൻ കൊടുക്കാനാവും. ഒരു 5-5:30 ആകുമ്പോഴത്തേനും ഒന്ന് കിടത്തുറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 6-6:30 ആകുമ്പോഴത്തേനും എണീക്കും. പിന്നെ അവളൊന്ന് ഭക്ഷണം കൊടുത്ത് പിന്നെ കുറച്ച് നേരമൊക്കെ കളിച്ച് അങ്ങനെ അവൾ ഉറങ്ങാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞ് വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. കാരണം അതൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം എന്നൊക്കെ പറയുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് ഡെയിലി വീഡിയോ ഇടണം എന്നാലേ റെക്കമെൻഡേഷൻ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഡെയിലി വീഡിയോ പ്രതീക്ഷിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. ചില സമയത്ത് വീഡിയോ കാണാറേ ഇല്ല. അങ്ങനെയൊക്കെ എന്തുകൊണ്ട് ചിലവർക്കൊന്നും നോട്ടിഫിക്കേഷൻ പോകണില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി പ്രോപ്പറായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ റെക്കമെൻഡേഷൻ പോകാത്തത്, നോട്ടിഫിക്കേഷൻ പോകാത്തതെന്നൊക്കെ വിചാരിക്കണം കേട്ടോ. അപ്പോൾ കാരണം നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ അങ്ങനെ വീഡിയോ ഇടാറുണ്ട്. പറ്റുന്ന പോലെയൊക്കെ നിങ്ങളുടെ മുമ്പിലെത്താൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കാരണം നമുക്ക് ടൈം കിട്ടുന്ന പോലെയൊക്കെയല്ലേ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.